മഴയത്ത് EV ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ EV ആയിട്ട് വെള്ളക്കെട്ടിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, വണ്ടിയുടെ പല പാർട്സിലും വെള്ളം കയറിയിട്ട് അതെല്ലാം ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമായി. ഈ പറഞ്ഞ പല ആൾക്കാർ EV ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ വെള്ളത്തിലൂടെ പോയി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിന്റെ പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി ഓടിച്ചിട്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, EV വെള്ളത്തിലൂടെയൊക്കെ ഓടിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴക്കാലത്ത് ഒരുപാട് വണ്ടികളിലും ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ മഴയത്ത് വെള്ളക്കെട്ടിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലത്ത് സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ അകത്ത് ഇന്റേണൽ പാർട്സിലൊക്കെ ഈ വെള്ളം കയറിയിട്ടാണ് ഈ പറഞ്ഞ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിക്കുന്നത്. ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയെന്നായിരിക്കത്തില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ ചാർജിങ് പോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സിൽ ഈ വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിക്കാം. അപ്പൊ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എറർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യണം. നമ്മൾ ഒരു ദിവസം അങ്ങ് പോകും. ഒരു ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സർവീസ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. കാര്യം EV ഈ പറഞ്ഞ IP68 പിന്നെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാണ്, വാട്ടർ പ്രൂഫിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു വാച്ച്, അത് വാട്ടർ പ്രൂഫിംഗ് വാച്ചാണ്. അപ്പൊ ആ വാട്ടർ പ്രൂഫിംഗ് വാച്ചിലായാലും അവരൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഈ പറഞ്ഞ എത്ര മീറ്ററിന് വരെയാണ് ഈ പറഞ്ഞ വാട്ടർ പ്രൂഫിംഗ്. അതിൽ താഴോട്ട് പോകുമ്പോഴത്തേക്ക് വാട്ടറിന്റെ പ്രഷർ കൂടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ വാച്ചിലൊക്കെ വെള്ളം കയറും. അതേപോലെ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത്. നമ്മുടെ വണ്ടി വാട്ടർ പ്രൂഫ് ആണ്. ഈ പറയുന്ന കണക്ക് നമ്മൾ എന്ന് കരുതി ഈ കണക്ക് വെള്ളത്തിലൂടെ നല്ല രീതിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളക്കെട്ടിലൂടെ ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്ററിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആൾക്കാരും ഈ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഹെഡ്ലൈറ്റ് വരെയൊക്കെ വെള്ളത്തിൽ ഓടിച്ചു, ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞ എപ്പം വേണമെങ്കിലും വണ്ടി കംപ്ലൈന്റ് ആവാം. മഴയത്ത് വണ്ടി ഓടിക്കരുതെന്നല്ല പറയുന്നത്, വെള്ളക്കെട്ടിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ സ്പീഡിൽ വണ്ടി ഓടിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഈ നമുക്ക് വണ്ടിയിലേക്ക് ഫോഴ്സ് ആയിട്ട് വെള്ളം കയറും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആക്ച്വലി EV ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ വണ്ടിക്കും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓഫ് റോഡിങ് കപ്പാസിറ്റി ഉള്ള വണ്ടികളൊക്കെ ഈ പറഞ്ഞ ഫ്ലഡിന്റെ ടൈമിൽ വെള്ളത്തിലൂടെയൊക്കെ പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ കുറെ വണ്ടികൾ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി ഈ പറഞ്ഞ ഇപ്പൊ എയർ ഫിൽറ്ററിലോ എവിടെയെങ്കിലും ഒക്കെ വെള്ളം കയറിയിട്ട് കംപ്ലൈന്റ് ആവുന്നതായിരിക്കും. അപ്പം പെട്രോൾ വണ്ടി ആയാലും ഡീസൽ വണ്ടി ആയാലും ഏത് വണ്ടി ആയാലും ഒരു പരിധിക്ക് അപ്പുറം ആ വണ്ടിയുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കാര്യം ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ വെള്ളത്തിലൂടെ ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം ഇനി ഇറക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളും കഴിഞ്ഞ വർഷങ്ങളിലുള്ള മഴ സമയത്തൊക്കെ ഒരുപാട് വെള്ളക്കെട്ടുള്ള ഏരിയകളിലൂടെ പോയിട്ട് വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്നതല്ല, ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ ആ ഒരു ലെവലൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ചാണ് പോകുന്നത്. പല ആൾക്കാരും ഈ പറഞ്ഞ വെള്ളത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി EV ഇറക്കാനുള്ളൊരു കാരണം നമുക്ക് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. EV ആണ്, വെള്ളത്തിൽ ഇറങ്ങുമോ, അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ കാണിച്ചു തരാം, അതാണ്ട് എന്റെ വണ്ടി ഇറങ്ങും എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ അവരുടെ മുമ്പിൽ നാണം കെടും. ഈ വീഡിയോ എടുത്ത് ആരെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ മൊത്തം നമ്മൾ നാണം കെടും. അപ്പൊ അതിലും ഭേദം നമുക്ക് പോകാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള വെള്ളമാണെങ്കിൽ നിങ്ങളിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ യു ടേൺ എടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീവിയേഷൻസ് എടുത്തോ പോകുന്നതായിരിക്കും ബെറ്റർ. കാര്യം നമുക്ക് ചില സ്ഥലത്തെ വെള്ളക്കെട്ടുകളൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ റോഡുകളാണ്, പലയിടത്തും കുഴിയുണ്ട്. ഇപ്പൊ നമ്മളൊരു ലെവലില് വെള്ളം നോക്കിക്കൊണ്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ട് വണ്ടി ഒന്ന് താന്നു കഴിഞ്ഞാൽ വാട്ടർ ലെവൽ നല്ല രീതിയിൽ കയറും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരാൾ നടന്നു പോകുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുന്നിൽ പോകുന്ന വണ്ടി കണ്ടിട്ടോ നമ്മൾ പോകരുത്. അത് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ പോകൂ. കാര്യം നമ്മുടെ EV ആണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ചിലപ്പം പെട്രോൾ കാറോ ഡീസൽ കാറോ ഈ പറഞ്ഞ അടിച്ച് മിന്നി പോകും. അതേപോലെ EV കൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പം ഞാൻ കൂടുതലും പറയുന്നത് ടാറ്റയുടെ വണ്ടികളുടെ കാര്യമാണ്. വേറെ വണ്ടികളുടെ കേസ് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള വണ്ടികളിൽ ഈ പറഞ്ഞ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ എററോ അല്ലെങ്കിൽ മഴയത്ത് ഓടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക.
ഇതിപ്പം കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും പെട്രോളും ഡീസലും ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും ട്രോളും. കാര്യം അവരെ സംബന്ധിച്ചോളം ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ ലാഭകരമാണ്, ഈ പറഞ്ഞ ചെലവ് കുറഞ്ഞ രീതിയിൽ ആൾക്കാർ പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് EV ഓണേഴ്സിനോട് ഒരു പ്രത്യേക അസൂയ തന്നെ ഉണ്ട്. അപ്പൊ അത് EVയുടെ ബെനിഫിറ്റ് ആണെങ്കിൽ EVയുടെ നെഗറ്റീവ് സൈഡാണിത്. അപ്പൊ EV ആക്ച്വലി ഈ പറഞ്ഞ നമുക്ക് വെള്ളക്കെട്ടിലൂടെ ഓടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നോക്കി മാത്രം ഓടിക്കാം. അപ്പം പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എത്ര ലെവൽ വരെ ഓടിക്കാം, അതായത് ടയറിന്റെ പക്കമാണോ അതോ ഈ പറഞ്ഞ ടയറിന്റെ പകുതി വരെയാണോ, റണ്ണിങ് ബോർഡിന്റെ അവിടം വരെയാണോ. ആക്ച്വലി അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ എനിക്കും അറിയത്തില്ല. അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. കാര്യം ഏത് ലെവൽ വരെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാന്നുള്ളൊരു കാര്യത്തെ പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് ഇപ്പം ടിയാഗോ EV, നെക്സോൺ EV പോലുള്ള വണ്ടികളുടെ വണ്ടി വെള്ളത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയത്ത് ഓടിക്കുന്ന സമയത്ത് അതിന്റെ റണ്ണിങ് ബോർഡിന്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം, അത് ഇപ്പം വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ഇറ്റിറ്റായിട്ട് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. അപ്പൊ അതിന്റെ താഴെയായിട്ട് ഒരു റബ്ബർ ബുഷ് ഉണ്ട്, റണ്ണിങ് ബോർഡിൽ തന്നെ ഒരു റബ്ബർ ബുഷ് ഉണ്ട്. അപ്പൊ ആ ഒരു റബ്ബർ ബുഷ് ഇളക്കി നോക്കി കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പോകുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ കൂടെ നമ്മൾ ഷെയർ ചെയ്തേക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ മഴക്കാലമാണ്, സൂക്ഷിച്ചും കണ്ടും ഒക്കെ EV ഓടിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം നെക്സോൺ EVയുടെയും ടിയാഗോ EVയുടെയും പഞ്ച് EVയുടെയും എല്ലാ വണ്ടിയുടെയും ടയർ സൈസ്, മൈൻഡ്, ഈ പറഞ്ഞ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം വ്യത്യസ്തമാണ്. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ടിയാഗോ EV അല്ലെങ്കിൽ നെക്സോൺ EV പോകുന്നതുകൊണ്ട് ടിയാഗോ EV പോകാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പഞ്ച് EV പോകാൻ പറ്റുമെന്നോ ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടലി പറയാത്തത്. നിങ്ങളുടെ വണ്ടിയുടെ കപ്പാസിറ്റി എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് മാത്രം വണ്ടി ഓടിക്കുക. ഇപ്പം മഴക്കാലമാണ്, നമ്മൾ ആക്ച്വലി 2018 കണ്ട കണക്കത്തെ ഒരു ഫ്ലഡ് ആ ഒരു രീതിയിലാണ് ഇപ്പൊ പലയിടത്തും വെള്ളപ്പൊക്കം. അപ്പൊ NHന്റെ ഒക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളക്കെട്ട്, കാര്യം രണ്ട് സൈഡിലും ഈ പറഞ്ഞ പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം പോവുക. കാര്യം പോയി പെട്ട് പണി കിട്ടിയതിന് ശേഷം വണ്ടിയെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ വണ്ടിയെ പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഈ പലരും ഇതിനെപ്പറ്റി ഒരു തെറ്റായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 10 പേരോ 100 പേരോ പോകുമ്പോഴത്തേക്ക് അതിൽ 2 പേർക്കായിരിക്കും കംപ്ലൈന്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഈ പറഞ്ഞ ഇന്നോ നാളെയോ കളയാൻ വേണ്ടിയിട്ടല്ല, കുറെ നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മളിപ്പം കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി അതവിടെ ഇരുന്ന് നാളെ ഒരു സമയത്തായിരിക്കും നമുക്കത് പണി കിട്ടുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.